ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു മീൻകറി വയ്ക്കാം. മീൻകറിയും പിന്നെ ചീരത്തോരനും വയ്ക്കണം. ഓൾറെഡി മോരുകറി ഞാൻ വെച്ച് കഴിഞ്ഞു, കാണിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചോറ് കുക്കറിൽ തിളപ്പിച്ചിട്ടേക്കുക. പിന്നെ ഈ അടുപ്പിലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ മീൻകറിക്ക് ഉള്ളിയെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാവേ. ഇതേ കണ്ടോ, ഉള്ളി വഴറ്റി, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി, മഞ്ഞളും ഉലുവാപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി ഇടണം. അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര വെയില, വിൻഡോയെ ഭയങ്കര വെയിലാണ്. ഈ വിൻഡോയിൽ ഫോൺ വെച്ചാൽ ചിലപ്പോൾ അടുപ്പിൻ്റെ ചൂട് കൊണ്ടും വിൻഡോയുടെ ആ വെയിലിൻ്റെ ചൂട് കൊണ്ടും മിക്കവാറും എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോൺ വയ്ക്കാൻ ഒരു ഇതുമില്ല. എന്ത് ചെയ്യാനാന്ന് പറ. നോക്കട്ടെ, ഇവിടെ വെച്ചാൽ ചിലപ്പം കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അതും അന്നേരം ഇതേ കാണത്തുള്ളൂ. എന്നാ കഷ്ടമോ. ഇങ്ങനെ വെച്ചാലോ? ഇങ്ങനെ വെച്ചാൽ വിൻഡോയുടെ വെട്ടം കൊണ്ട് കാണത്തില്ല. വല്ലാത്ത കഷ്ടം തന്നെ. ഉഷയുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. ഒരു രക്ഷയുമില്ല. എങ്ങനെ വെച്ചാലും രക്ഷയില്ല. ഇങ്ങനെ വെച്ചാൽ കണ്ടോ, വിൻഡോയുടെ വെയിലടിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇരുട്ടാണ്. ഇവിടെ വയ്ക്കാൻ ഒരു വഴിയുമില്ല. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കട്ടെ. എന്നോടാണോടാ കളി മൊബൈലേ നിന്റെ? നോക്കിക്കാൻ ഞാൻ എങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. ഇത് മിക്കവാറും താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഇരിക്കത്തില്ല കേട്ടോ. നമുക്കൊന്ന് നോക്കാം, ഒന്ന് നോക്കിയേക്കാം എങ്ങനുണ്ട്. അപ്പോൾ അടുപ്പ് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ അടുപ്പിലാക്കാം. നിങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റും. എന്തോ ചൂടാണല്ലോ. ഒന്നാമത് ഇപ്പൊ ഭയങ്കര ചൂട്. അതിൻ്റെ കൂടെ പുറത്തെ വെയിൽ ഈ വിൻഡോയിൽ ഇങ്ങനെ അടിക്കുന്നത്. ഈ അകത്ത് ഇത്രയുടെ ഭയങ്കര ചൂടാ. എൻ്റെ കുക്കിങ് ഞാൻ വിയർത്ത് നിന്നായി കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ മുളക് പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ മീൻകറി വയ്ക്കാനുണ്ടല്ലോ. എനിക്ക് സത്യത്തിൽ ഇവിടെ മീൻകറി വയ്ക്കുന്നത് ഇഷ്ടമേ ഇല്ല. കാര്യം നമ്മൾ വെക്കുന്നതിൻ്റെ കൂട്ട് എരിവും പുളിയും ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. എരിവും ചേർക്കാൻ പറ്റത്തില്ല, പുളി ചേർക്കാൻ പറ്റത്തില്ല, ഉപ്പും ചേർക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? പിന്നെ ഞാനൊരു കണക്കിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചേർക്കുക. എത്ര മിനിറ്റായി? ആരോടാ ഞാൻ ചോദിക്കുന്നത്? പിന്നെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനങ്ങ് വെക്കുക. ആരും കുറ്റം പറയരുത് കണ്ടിട്ട്. ഇവിടുത്തെ വെപ്പ് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ എരിവും ചേർത്ത്, മീൻകറി അല്ലെങ്കിൽ എരിവ്, ഇതിപ്പോൾ അയലപ്പാരയാണ് വയ്ക്കുന്നത് കേട്ടോ. മീൻകറിയൊക്കെ, മീൻ മുളക് കറി വയ്ക്കുന്നത് നല്ല എരിവും വേണം, നല്ല ഉപ്പും വേണം, നല്ല പുളിയും വേണം. ഇതൊക്കെയുണ്ട്. പച്ചമുളക് ഇവിടെ മീൻകറിക്ക് ഇടത്തേ ഇല്ല. പിന്നെ അവരുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വെക്കുക. എന്നാലും എരിവാ ചേച്ചി, പുളിയാ ചേച്ചി എന്നൊക്കെ പറയാറുണ്ട്. എന്ത് ചെയ്യാനാണ്, ഞാൻ മാക്സിമം ഞാൻ കുറച്ചാണ് എല്ലാം ഉപയോഗിക്കുന്നത്. എന്നിട്ടും പറയുന്നത് ചേച്ചി എരിവ് കൂടുതലാണ് ചേച്ചി എന്ന്. അത് ചില മുളക് പൊടിയുടെയൊക്കെയാണ്. എന്ത് ചെയ്യാനാ, മാക്സിമം കുറച്ച് ഞാൻ ഇട്ടാൽ
അവർക്ക് പക്ഷേ എരിവ് ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും അല്ലേ അങ്ങനെ പറയുന്നത്. മുളക് കറിക്ക് അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. മുളക് കറി വയ്ക്കുമ്പോഴേ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ എന്ത് സാധനം വെച്ചാലും ചിലപ്പോൾ ഉപ്പ് കൂടാറുണ്ട്, മുളക് കൂടാറുണ്ടല്ലേ, അത് വിളിക്കുന്നു. ഇപ്പം അരട്ട തള്ളക്ക് ഇപ്പം വിളിക്കാൻ കണ്ട സമയം ഞാനിത് പറഞ്ഞ എന്താണെന്നറിയാമോ? പുള്ളിക്കാരി ഈ വീഡിയോ കാണും. പുള്ളിക്കാരി വീഡിയോ കാണുന്നുണ്ട്, ഞാനിങ്ങനെ പറയുന്നത് കേൾക്കത്തില്ല. കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പുള്ളിക്കാരിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാട്ടോ. എൻ്റെ കൂട്ടുകാരിയാണ്. എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ 2006 തൊട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. കൊല്ലംകാരിയാണ്. അപ്പം പുള്ളിക്കാരിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്ങനെ പറയുന്നില്ല. കണ്ടിന്യൂ അടിച്ചോണ്ടിരിക്കും കേട്ടോ. അതല്ലേലും ഉള്ളത് വീഡിയോ എടുക്കുന്നുടനെ ആരുടെയും ഫോൺ വരും. ഇത് ഞാൻ പക്ഷേ എടുക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പം നമ്മുടെ മീൻകറിയുടെ ഗ്രേവി തിളച്ചു. ഉപ്പിട്ടൊക്കെ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, പിന്നെ നമുക്ക് നോക്കിയിട്ടില്ല. അപ്പം നമ്മുടെ മീൻ കണ്ടോ, മീൻ കറക്കിയിടാം. അപ്പോൾ നമ്മുടെ മീൻ കറക്കിയിട്ട് ഇനി ചീര തോരൻ വയ്ക്കാനെ കൊണ്ട് ചീര കഴുകണം. അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പം മീൻ അങ്ങനെ ഇരുന്ന് വേകട്ടെ. തന്നെ വീഡിയോ ഓണായി കണ്ടോ. ഞാൻ ചീര അരിയാൻ പോവാം. ചുമന്ന ചീര കഴുകി വെച്ചേക്കും. അത് ഇനി എടുത്ത് അരിയട്ടെ. അപ്പം നമുക്കിത് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചീര അരിഞ്ഞ് റെഡിയാക്കി. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം.